നമസ്കാരം. ഇന്നു മുതൽ കേരളത്തിൽ SIമാർ പോലീസ് സ്റ്റേഷൻ ഭരിക്കും. സ്വാഗതം നാട്ടുവാർത്തയുടെ ഇൻസൈറ്റിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ SHO ഭരണം മാറി SIമാർക്ക് സ്റ്റേഷൻ ഭരണം ലഭിക്കുകയാണ്. ആഗസ്റ്റ് 15 ഇന്നാണ് സുപ്രധാനമായ ചരിത്രപരമായ ഒരു തീരുമാനം നമ്മുടെ ആഭ്യന്തര വകുപ്പ് നടത്തുന്നത്. നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് ആദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് അദ്ദേഹം പറഞ്ഞത് കേരള പോലീസിലെ ചരിത്രപരമായ ഒരു മാറ്റമാണിതെന്നും പോലീസിൻ്റെ മുഖച്ഛായ തന്നെ ഈ ഒരു മാറ്റത്തിലൂടെ മാറുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം ഒരു പോലീസ് സേനയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഇതിലൂടെ പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഈ കസ്റ്റഡി മർദ്ദനങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായ തടങ്കൽ ഒഴിവാക്കുക, FIR അടക്കം രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതൽ സുതാര്യമാക്കുക എന്നതടക്കം വിവിധങ്ങളായ കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് നീതി എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ മാറ്റങ്ങൾ, സമൂലമായ മാറ്റങ്ങൾ മൊത്തത്തിൽ കേരള പോലീസിൽ വരുത്തുമ്പോൾ ഇത് എത്ര കണ്ട് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് ഇനി വരും സമയങ്ങളിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. എന്തായാലും ചരിത്രപരമായി ഈ നേട്ടം, ചരിത്രപരമായി ഈ മാറ്റം കേരള പോലീസ് തന്നെ കൂടുതൽ ഊർജ്ജം നൽകുമെന്നും പോലീസിൻ്റെ പ്രവർത്തനക്ഷമതയെ വർദ്ധിപ്പിക്കുമെന്നതടക്കം വലിയ അവകാശവാദമാണ് സർക്കാരും മറ്റുള്ളവരൊക്കെ, സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ പറയുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സംബന്ധിച്ച കാര്യങ്ങൾ നമുക്കിനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. ഇതിനോടൊപ്പം തന്നെ കേരളത്തിലെ ഏതാണ്ട് 64 പോലീസ് സ്റ്റേഷനുകളിൽ നിലവിലുള്ള SHO സംവിധാനം തുടരും. അതായത് CIമാർ തന്നെയായിരിക്കും അവിടുത്തെ SHOമാർ. അതായത് കേസിൻ്റെ ബാഹുല്യം അനുസരിച്ച്, കുറ്റകൃത്യങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന അതിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഈ അവിടങ്ങളിൽ ആ പോലീസ് സ്റ്റേഷനിലെ SHO സംവിധാനം നിലനിർത്തുന്നത്. മറ്റ് സ്റ്റേഷനുകളിൽ 2ഉം 3ഉം പോലീസ് സ്റ്റേഷനുകൾക്ക് ഒരു SHO അല്ലെങ്കിൽ ഒരു CI എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുകയും അവിടെ SIമാർ, മറ്റ് സ്റ്റേഷനുകളിൽ SIമാരായിരിക്കും നേരിട്ടുള്ള ഭരണം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളിലേക്ക് നേരിട്ട് നീതി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ചരിത്രപരമായ ഈ തീരുമാനം ഇന്നു മുതൽ കേരള പോലീസിൽ നടപ്പിലാക്കുകയാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും കേരള പോലീസിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ആവശ്യമായ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ആവശ്യമായ സേനയിൽ ആവശ്യമായ സംവിധാനങ്ങളുണ്ട്, മറ്റുള്ള ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഈ പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യമായ സ്ട്രെങ്ത് ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം എന്തെങ്കിലും ഒരു വലിയ വിഷയം ഉണ്ടായാൽ, ഒരു ലോ ആൻഡ് ഓർഡർ വിഷയം ഉണ്ടായാൽ സ്റ്റേഷനിൽ നിന്ന് മൊത്തത്തിൽ ആളുകൾ അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ വനിതാ പോലീസുമാരുടെ എണ്ണം, ഏതെങ്കിലും തരത്തിൽ വനിതാ കുറ്റവാളികളെയോ അല്ലെങ്കിൽ വനിതകളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വനിതാ പോലീസുകാർ മിക്ക പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ കാണാറേ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതിലും കൂടെയൊക്കെ ഒരു മാറ്റം സർക്കാർ കൊണ്ടുവരണം. അല്ലാതെ ഇത്തരത്തിലൊരു ഈ CIക്ക് പകരം SI പിടിച്ചിരുത്തിയത് കൊണ്ട് മാത്രം ഈ സമൂലമായ മാറ്റം നടപ്പിലാക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കിയ ചരിത്രപരമായ തീരുമാനം വിജയം കാണുന്നു എന്നതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും മറ്റൊരു വീഡിയോയുമായി ഇൻസൈറ്റിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.